കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർഫറൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദർ ആർ ടു വേവ്സ് entered simultaneously into a medium, the displacement at a point at a particular time will be the sum of displacement due to the individual waves. Okay, so that's interference ബാക്കിലുള്ള ബേസിക് പ്രിൻസിപ്പിൾ. ദെൻ ഇതിൻ്റെ നമ്മളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ഇതാദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് തോമസ് യങ് ആണ്. തോമസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 2 സ്ലിറ്റ് വെച്ചിട്ട് ഒരു സിംഗിൾ സോഴ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ 2 സോഴ്സ് ആക്കി മാറ്റി എന്നിട്ട് ബാക്കിൽ ഒരു സ്ക്രീന് വെച്ചപ്പോൾ വി എക്സ്പെക്റ്റഡ് ടു ബ്രൈറ്റ് റീജിയൻസ്. പക്ഷെ നമുക്ക് കിട്ടിയത് അങ്ങനെയല്ല, ഒരുപാട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വേവ് തിയറി വെച്ചിട്ടാണ്, ഹൈഗൻസ് വേവ് തിയറി വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇൻ്റർഫറൻസ് പാറ്റേൺ, ലൈറ്റിൻ്റെ കേസിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, ഇപ്പോൾ ഒരു സൗണ്ട് വേവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി, അല്ലെങ്കിൽ ഒരു വേവ്സ് ഇൻ വാട്ടർ, അല്ലെങ്കിൽ സ്ട്രിങ്ങിലുള്ള വേവ്സ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും മീൻസ് ഫോർ എനി ലെങ്ത് യു ക്യാൻ ക്രിയേറ്റ് ദാറ്റ് വേവ്. ഓക്കെ, സോ വിത്തൗട്ട് ചേഞ്ചിങ് സോ വി ആർ ഡിസ്ക്രൈബിങ് ദാറ്റ് വേവ് വിത്ത് ആൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഒരു പ്രശ്നമില്ലാതെ ഏത് ടൈമിലുള്ള ഓസിലേഷൻസും അല്ലെങ്കിൽ ഏത് പൊസിഷനിലുള്ള ഓസിലേഷൻസും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ലൈറ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്, നമുക്ക് കുറേശ്ശെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ബേസിക്കലി ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. ബേസിക്കലി എനർജീനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു, അതിനെയാണ് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലൈറ്റിൻ്റെ കേസിൽ ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ നമുക്കറിയാം എന്തായാലും അറ്റ്ലീസ്റ്റ് 2 ഓർ മോർ വേവ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇൻ്റർഫറൻസ് സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വി നീഡ്, നമ്മൾ പറയും ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ പറയും വി നീഡ് 2 കൊഹിറൻറ്റ് സോഴ്സസ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഇനി എന്താ കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 സോഴ്സുകളും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻ, ദ സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഷുഡ് ബി ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വിത്ത് ടൈം മാറുന്നതിനനുസരിച്ച് ഫേസ് ഡിഫറൻസ് മാറാൻ പാടില്ല. ഫേസ് ഡിഫറൻസ് ക്യാൻ ബി 0. ഓക്കെ, ഒരു ഫേസ് ഡിഫറൻസും ഇല്ലാതെ 2 വേവ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും ഒരേ ഫേസ് ഡിഫറൻസ്, കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, സോ അങ്ങനത്തെ സോഴ്സസിനെ നമ്മൾ വിളിക്കും കൊഹിറൻറ്റ് സോഴ്സസ്. ഓക്കെ, ഇനി കൊഹിറൻറ്റ് സോഴ്സ് ആവാൻ വേറെയും കണ്ടീഷൻസ് ഒരുപാടുണ്ട്. കൊഹിറൻറ്റ് സോഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഈ 2 ലൈറ്റ് വേവ് അല്ലെങ്കിൽ 2 വേവ്സിനും ഷുഡ് ഹാവ് സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത്. ഇത് രണ്ടിനും സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത് ആണെങ്കിൽ മാത്രമാണ് കൊഹിറൻറ്റ് സോഴ്സ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് സെയിം ആയിരിക്കില്ല, ഫേസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയും ഒരു പ്രൊമിനൻറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഓക്കെ ഈ ഇൻ്റർഫിയർ ചെയ്യുന്ന 2 വേവിനും സെയിം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ സെയിം ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി അത് ഇറ്റ്സ് നോട്ട് എ നെസസറി കണ്ടീഷൻ. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലൈറ്റ് ഇൻ്റർഫിയർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒന്നിൻ്റെ ക്രസ്റ്റും ഒന്നിൻ്റെ ട്രഫും വന്നു വിചാരിക്കുക. രണ്ടിനും സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ മാത്രമേ ഇത് രണ്ടും കൂടി ചേർന്ന് 0 ആയിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ ഏതിനാണോ ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ അതിൻ്റെ ഒരു റെസിഡ്യൂ അവിടെ ബാക്കിയുണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ രണ്ട് വേവ് വെച്ചിട്ട് ഇൻ്റർഫറൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്കും കംപ്ലീറ്റ് ഡാർക്ക്നെസ്സും കംപ്ലീറ്റ് ബ്രൈറ്റ്നെസ്സും എന്നുള്ള ബാൻഡുകൾ മാറിയിട്ട് ഒരു ഫുൾ ബ്രൈറ്റ്നെസ് മേ ബി ഹാഫ് ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി കുറവുള്ള റീജിയനും ഇൻറ്റൻസിറ്റി കൂടുതലുള്ള റീജിയനും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ നമുക്കത് ആ ഇൻറ്റൻസിറ്റി വേരിയേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ആംപ്ലിറ്റ്യൂഡിലുള്ള രണ്ട് വേവ് വേണം നമ്മൾ പറയുന്നത്. ഓക്കെ, അതില്ലെങ്കിലും ഇൻ്റർഫറൻസ് നടക്കും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദെൻ ഈ രണ്ട് സോഴ്സിനും സെയിം സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ ആവണം. പോളറൈസ്ഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേവിൻ്റെയും സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സെയിം സ്റ്റേറ്റ് ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ ദ ഫേസ് ഡിഫറൻസ് ഷുഡ് ബി സെയിം വിത്ത് ടൈം, കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം. ഓക്കെ, അങ്ങനെ തന്നെയാണ് കൊഹിറൻറ്റ് സോഴ്സസ് എന്ന് പറയാം. ഇനി രണ്ട് കൊഹിറൻറ്റ് സോഴ്സസ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് സോഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് കൊഹിറൻറ്റ് ലൈറ്റ് ഉണ്ട് കൊഹിറൻറ്റ് സോഴ്സസ് ആക്കി മാറ്റാൻ കഴിയില്ല. അത് രണ്ടും കൊഹിറൻ്റ് ആയിരിക്കില്ല. ഓക്കെ, അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൽ ഉണ്ടാക്കുന്ന വേവ് പോലെയോ അല്ലെങ്കിൽ വാട്ടറിൽ ഉണ്ടാക്കുന്ന വേവ് പോലെയോ അല്ലെങ്കിൽ സൗണ്ട് വേവ് പോലെയോ ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ് ആണ്. ഇറ്റ്സ് എ പൾസസ്, ലൈറ്റ് പൾസസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫോട്ടോൺസ്, ഓരോ വേവ് പാക്കറ്റുകളായിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൊഹിറൻറ്റ് സോഴ്സസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ കേസിൽ ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, അപ്പോൾ ബേസിക്കലി കൊഹിറൻറ്റ് സോഴ്സസ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ വെച്ചാൽ you will use a single source of light and you will split somehow these two sources and make two sources. ഓക്കെ, ഒരു പാരൻറ്റ് സോഴ്സിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സോഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ എക്സ്പെരിമെൻറ്റുകളിലേക്ക് വരുമ്പോൾ നമ്മളത് കൂടുതൽ ഡിസ്കഷൻ അതിലേക്ക് വരും. തൽക്കാലം സോ ദാറ്റ് ഈസ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് കൊഹിറൻറ്റ് സോഴ്സസ്. ഓക്കെ, ഇനി ഓക്കെ, ഈ സ്ലൈഡ് നോക്കിയാൽ കാണാം. ഇപ്പോൾ ലൈറ്റ് ഞാൻ പറഞ്ഞു ലൈറ്റ് ഈസ് എ പൾസ്, വേവ് പാക്കറ്റുകളായിട്ടാണ് പോവുക. ഓക്കെ, അതിന് ഇപ്പോൾ രണ്ട് കൊഹിറൻറ്റ് സോഴ്സസ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് സെയിം ആയിരിക്കണം. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ലൈറ്റിൻ്റെ കേസിൽ ഈ ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത പാക്കറ്റ് വരുമ്പോൾ ദർ ഇസ് എ ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് എന്തായിരിക്കും ഫേസ് നമ്മളോട് പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവ് ഇക്വേഷൻ വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു വേവ് ഇക്വേഷനൊക്കെ എഴുതി കോസ് ഒമേഗ ടി ടേമിൽ അതിൽ ടൈം ഫാക്ടർ സ്പേസ് ഫാക്ടർ വരുന്നുണ്ടെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊക്കെ വരും, പ്ലസ് ഡെൽറ്റ ഒരു ഫേസ് ഫാക്ടറും കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രഡിക്റ്റബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി കൊഹിറൻസ് പറയുമ്പോൾ നമുക്ക് രണ്ട് കൊഹിറൻസ് ഉണ്ട്, ടെമ്പറൽ കൊഹിറൻസും സ്പേഷ്യൽ കൊഹിറൻസും. നമ്മളത് ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അത് MSc എങ്ങനെയാണ് ഡീറ്റെയിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ടെമ്പറൽ കൊഹിറൻസ് ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെമ്പറൽ കൊഹിറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം ആഫ്റ്റർ എ സർട്ടൺ ടൈം ടി വാട്ട് വിൽ ബി ദ ഫേസ്. ഓക്കെ, ദ പ്രെഡിക്റ്റബിലിറ്റി ഓഫ് എ ഫേസ് ഓഫ് എ വേവ് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം, അതിനെയാണ് നമ്മൾ ടെമ്പറൽ കൊഹിറൻസ് പറയുന്നത്. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആ രണ്ട് സോഴ്സുകൾ കൊഹിറൻ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ സോഴ്സ് കൊഹിറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ സ്പേഷ്യൽ കൊഹിറൻസ് എന്ന് പറയുന്നത് വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേവ്. ഏതൊരു സമയം ചോദിച്ചാലും ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്പേഷ്യൽ കൊഹിറൻസ് ഇല്ല എന്ന് പറയും. ഓക്കെ, ബിക്കോസ് ഈ രണ്ട് വേവിനും ഏതൊരു സമയത്ത് എടുത്ത് നോക്കി അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഫേസ് ഡിഫറൻസ് സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മളതിന് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. കൊഹിറൻസ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ ആപ്ലിക്കേഷൻ, ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാൻ പറ്റും. എന്താണ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ എന്താണ് സൂപ്പർ പൊസിഷൻ, എന്താണ് അതിൽ കൊഹിറൻസിൻ്റെ ഒരു ചെറിയ ഒരു ഐഡിയ, ഒരു വിഷ്വലൈസേഷൻ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഞാനിവിടെ ഐ ഹാവ് എ സ്മോൾ പ്രോഗ്രാം, ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, അവിടെ രണ്ട് ചാർട്ടുകൾ ഉണ്ട്, മേലെ ഒരു ചാർട്ട്, താഴെ ഒരു ചാർട്ട്. ഓക്കെ, ഈ മേലത്തെ ചാർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
it shows two waves. രണ്ട് വേവ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്, സൈമിൾട്ടേനിയസ് ആയിട്ട് കാണിച്ചു എന്ന് മാത്രം. സോ ദീസ് ടു ആർ ദ ഇൻഡിവിജ്വൽ വേവ്സ്. ഓക്കെ, ഇപ്പോൾ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ സംഭവിക്കേണ്ട രണ്ട് വേവുകൾ, ദീസ് ആർ സൈൻ വേവ്സ്. ഓക്കെ, സൈനസോയിഡൽ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് വേവിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്, ബട്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഫേസ് ഡിഫറൻസ്. ഇത് ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഇൻഡിവിജ്വൽ വേവ്സ്. ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. സോ ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ഞാൻ ഈ രണ്ട് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ബോത്ത് ആംപ്ലിറ്റ്യൂഡ്സ് ആർ 1. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ റൈറ്റ് നോ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 29 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റിസൾട്ടൻ വേവ് നമുക്ക് നോക്കാം. അപ്പോൾ റിസൾട്ടൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി സൂപ്പർ പോസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്നത് ഈ ജസ്റ്റ് ഓരോ പൊസിഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ സമ്മാണ് താഴെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ തന്നെ, അതായത് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമ്മായിരിക്കും റിസൾട്ടൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫേസ് ഇതിൽ കുറച്ച് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ മേ ബി അപ്പോൾ 45 വെച്ചു. ഓക്കെ, ഇപ്പോൾ ഈ മേലത്തെ രണ്ട് വേവും തമ്മിൽ 45 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഫേസ് ഡിഫറൻസ് 45 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലെസ് ദാൻ 2. സോറി, അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിനേക്കാൾ കുറവാണ്. ഇനി ഞാൻ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഞാൻ ഫേസ് ഡിഫറൻസ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. സേ 90 ഡിഗ്രി. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, വേവ്സ് ഷിഫ്റ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മേലത്തെ ഇതിൽ. ഓക്കെ, ഇനി രണ്ട് വേവ് ആംപ്ലിറ്റ്യൂഡ് 1 ആണെങ്കിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം പറഞ്ഞിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വിൽ ബി √2. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് √2 ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻ്റ് വേവിൻ്റെ താഴെ നോക്കിയാൽ അറിയാൽ റിസൾട്ടൻ്റ് വേവിൻ്റെ ലെസ് ദാൻ 1.5 എക്സാക്ട്ലി 1.41 ആയിരിക്കും. ദാറ്റ് ഈസ് √2. ഓക്കെ, അപ്പോൾ ഇത് സൂപ്പർ പൊസിഷൻ, സിംപ്ലി ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇതാണ് സൂപ്പർ പൊസിഷൻ. നൗ എനിക്ക് ആക്ച്വലി ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി വരെ വേരി ചെയ്യാൻ കഴിയും ഇവിടെ. ഓക്കെ, ഞാൻ ഇൻക്രീസ് ചെയ്യാൻ പോകണം. ഞാൻ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു, ഒരു 120 ഡിഗ്രിയൊക്കെ ഫേസ് ഡിഫറൻസ് വെച്ചു. ഓക്കെ, ഇഫ് യു ഒബ്സർവ് നൗ ഈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് വേവ്, സൂപ്പർ പോസ്ഡ് വേവ്, ദാറ്റ് ഡിക്രീസസ് ആസ് യു ഇൻക്രീസ് ദ ഫേസ് ഡിഫറൻസ്. ഇപ്പോൾ ആൾമോസ്റ്റ് 1 ആണ് അതിൻ്റെ ഏത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് വേവ്. ഇനിയും ഞാൻ ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് ഇനിയും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞതായിട്ട് കാണാം. ഓക്കെ, നൗ ഇറ്റ് ഈസ് ലെസ് ദാൻ 1, ഒരു 0.5 0.6 ആ റേഞ്ചിൽ മാത്രമേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഉള്ളൂ റിസൾട്ടൻ്റ് വേവിൻ്റെ. ഓക്കെ, നൗ വാട്ട് വിൽ ഹാപ്പൻ അറ്റ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്? 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ രണ്ടും കൂടിയിട്ട് ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനാണ്. ആംപ്ലിറ്റ്യൂഡ് ഷുഡ് ബി 0. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഐ ആം ഇൻട്രൊഡ്യൂസിങ് എ ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി. നൗ യു ക്യാൻ ഒബ്സർവ് അവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് തന്നെ ഇല്ല, ആംപ്ലിറ്റ്യൂഡ് 0 ആയിട്ട് മാറി. ഓക്കെ, കംപ്ലീറ്റ് ഫ്ലാറ്റ്. സോ ദാറ്റ് ഈസ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആൾജിബ്രായിക് സം എടുത്താൽ മതി. ഓരോ പൊസിഷനിലും അതിൻ്റെ ആൾജിബ്രായിക് സം എടുത്തിട്ട് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വന്നിട്ട് 0 ആയിട്ട് മാറി. ഓക്കെ, നൗ ഇഫ് ഐ ഇൻട്രൊഡ്യൂസ് സീറോ ഫേസ് ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മേലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഒരൊറ്റ വേവേ കാണാനുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വേവും കൂടിയിട്ട് ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കാരണം ഒന്നിച്ചാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, മെർജ് ചെയ്ത് കിടക്കുന്ന മാതിരി ഉണ്ടാവും. സോ എന്താ പറയുക, വൺ വേവ് ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് അതർ വേവ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി അവിടെ രണ്ട് വേവ് ഉണ്ട് ആ മേലത്തെ ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1 ആണ്. സോ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര കിട്ടി? 1ഉം 1ഉം 2 കിട്ടി. ഒരു ഫേസ് ഡിഫറൻസും ഇല്ലെങ്കിൽ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്
2 കിട്ടി. Okay. So that demonstrates principle of superposition. Okay. Superposition as a slight idea of coherence. Okay. Coherence എന്ന് പറഞ്ഞാൽ phase difference constant ആവണം അത്രയേ ഉള്ളൂ. So then you will get a superposed wave. Now, what will happen if two waves are having different frequency? ഈ രണ്ട് വേവിനും ഇൻഡിവിജ്വൽ വേവ്സിന് ഒരേ ഫ്രീക്വൻസി അല്ല എന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അഗൈൻ വാട്ട് വിൽ ഹാപ്പൻ ടു ദ നേച്ചർ ഓഫ് ദ സൂപ്പർപോസ്ഡ് വേവ്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് വേവ് നമ്മൾ ചെറിയൊരു ഫ്രീക്വൻസി ചേഞ്ച് ഒരു 5% മേ ബി ഒരു 5% ഡിഫറൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേവും തമ്മിൽ ഫ്രീക്വൻസി അത്ര മാച്ച് ചെയ്യുന്നില്ല, ഫേസ് മാറി മാറി വരും, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക വെച്ചാൽ ഈ റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നുണ്ട്, അല്ലെങ്കിൽ വേരി ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞ് ആൾമോസ്റ്റ് 0 ആയി. ഓക്കെ, നൗ ഇറ്റ് ഈസ് 0. ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ആംപ്ലിറ്റ്യൂഡ് മാറി കൂടി മാക്സിമം ആയിട്ട് മാറും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഈ കേസിൽ അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറി വരുന്നുണ്ട്. സോ നമുക്ക് ഡാർക്ക് ബാൻഡ്സും ബ്രൈറ്റ് ബാൻഡ്സും കിട്ടില്ല. ഓരോ സമയത്തുണ്ടാകുന്ന ഇൻ്റർഫറൻസ് പാറ്റേണും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് വേരീസ് വെരി ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് കണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. എല്ലായിടത്തും യൂണിഫോം ഇൻറ്റൻസിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആക്ച്വലി ഇൻ്റർഫറൻസ് സൂപ്പർ പൊസിഷനൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷേ എന്തുണ്ടാവില്ല, അത് ഭയങ്കര ഫാസ്റ്റായിട്ട് വേരി ചെയ്യുന്നത് കാരണം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കനോട്ട് ബി ഒബ്സർവ്. സോ യു വോണ്ട് ഗെറ്റ് എനി prominent interference pattern. Okay, അപ്പോൾ ഇൻ്റർഫറൻസ് സംഭവിക്കണമെങ്കിൽ ഫ്രീക്വൻസി ഷുഡ് ബി സെയിം. ഓക്കെ, ഞാൻ ഫ്രീക്വൻസി സെയിം ആക്കി മാറ്റി. ഓക്കെ, സോ ഈ പ്രോഗ്രാം ദിസ് ഷോസ് എ സ്മോൾ ഡെമോൺസ്ട്രേഷൻ അബൌട്ട് ദ superposition of waves as well as coherence. Okay, now we will come back to our slide. Coherence എന്താണെന്ന് പറഞ്ഞു. Now the theory behind interference. Okay, അപ്പോൾ നമ്മൾ ഒരു ജനറൽ വേവിൻ്റെ കേസിൽ നമ്മൾ രണ്ട് ഡിസ്പ്ലേസ്മെൻ്റ് എടുത്തു, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നൗ വിൽ കം ടു ഇൻ ദ കേസ് ഓഫ് ലൈറ്റ്. ഇപ്പോൾ ലൈറ്റിൻ്റെ കേസിൽ എന്താണെന്ന് പറയുന്നത്, ലൈറ്റ് ഈസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, സോ ഫോർ ടൈം ബീയിങ് we will assume that the prominent part is electric field. So electric field inde variations മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫോർ അവർ ഈസിനെസ് നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ I am taking two light waves. Okay, having electric field vectors EA and EB. ഓക്കെ, ഓരോന്നിൻ്റെ രണ്ട് വേവ് ഉണ്ട്, രണ്ട് വേവിൻ്റെ ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് EA ആണ്, അതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ. രണ്ടാമത്തിൻ്റെ EB. ഓക്കെ, ഓരോന്നിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. EA ഈസ് റെപ്രസെൻറ്റഡ് ആസ് E0 ഇൻറ്റു കോസ് KX മൈനസ് ഒമേഗ ടി, വേർ E0 ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, കോസ് KX മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് അതാണ് ആ വേരിയിങ് ഫാക്ടർ. ഓക്കെ, സോ ദാറ്റ് വേരീസ് ബിറ്റ്വീൻ -1 and 1. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വേറൊരു സോഴ്സ് എന്ന് പറയുന്നത് EB, ലൈറ്റ് സോഴ്സിൻ്റെ അതിൻ്റെ ഇൻറ്റൻസിറ്റി വന്നിട്ട് EB ഈക്വൽ ടു E0 ഇൻറ്റു കോസ് KX മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ രണ്ട് വേവ് എടുത്തു, രണ്ട് വേവിൻ്റെയും സെയിം ഫ്രീക്വൻസിയാണ്, ഒമേഗ സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്, E0 തന്നെയാണ് രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ വേവും ആദ്യത്തെ വേവും തമ്മിൽ ദർ ഇസ് എ സ്മോൾ ഫേസ് ഡിഫറൻസ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഡെൽറ്റ. അപ്പോൾ ഇതാണ് എൻ്റെ രണ്ട് വേവ് ഇക്വേഷൻ. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും, റിസൾട്ടൻ വേവിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടൻ ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ല ഡിസ്പ്ലേസ്മെൻറ്റ് ER, ഈ റിസൾട്ടൻ വേവ് ആണ്, ER ഈക്വൽ ടു EA പ്ലസ് EB. അത്ര നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, EAയുടെ എക്സ്പ്രഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, EBയുടെ എക്സ്പ്രഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആംപ്ലിറ്റ്യൂഡ് E0 രണ്ടും സെയിം ആണ്, സോ അത് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ E0 ഇൻറ്റു കോസ് KX മൈനസ് ഒമേഗ ടി പ്ലസ് കോസ്
kx minus omega t plus delta. Okay. So അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സാധനം എന്ന് പറയുന്നത് കോസ് എ പ്ലസ് കോസ് ബി ഫോമിലാണ് ഇരിക്കുന്നത്. കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ ആർ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറാണ് ഇരിക്കുന്നത്. ഇ ആർ ഈക്വൽ ടു ഇ സീറോ ഇൻറ്റു 2 കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2 ഇൻറ്റു കോസ് ഡെൽറ്റ ബൈ 2. ഓക്കെ, അപ്പോൾ അതിൽ ഈ കോസ് ഡെൽറ്റ ബൈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആണ്. സോ ദിസ് വാല്യൂ ഈസ് കോൺസ്റ്റൻറ്റ്. ഈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇത് 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളത് കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2 ദാറ്റ് വേരീസ് വിത്ത് ടൈം ആൻഡ് സ്പേസ്. ഓക്കെ, സ്പേസിനും ടൈമിനനുസരിച്ച് ഈ ഫാക്ടർ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നൗ go to the next slide. ഓക്കെ, അപ്പോൾ നമുക്കറിയാം intensity is proportional to square of the amplitude. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ വേവിൻ്റെയും ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞു, E0 ആണ്. സോ ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു I0. ഇൻറ്റൻസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ വേവ്സ് I0 ഈസ് പ്രൊപ്പോർഷണൽ ടു E0 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ അഗെയിൻ വി ഹാവ്, ഞാൻ നേരത്തെ എഴുതിയ പഴയ സ്ലൈഡിൽ നിന്നുള്ള എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇ ആർ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഈക്വൽ ടു 2E0 കോസ് ഡെൽറ്റ ഇൻറ്റു കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ ബൈ 2. ഇങ്ങനൊരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സാധനം, അതായത് 2E0 കോസ് ഡെൽറ്റ ബൈ 2, അതാണ് ആ റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ദെൻ ഒരു കോസ് ഫാക്ടർ ഉണ്ട്, അത് ടൈം വേരിയിങ് അല്ലെങ്കിൽ സ്പേസ് വേരിയിങ് ആണ്. സോ ദാറ്റ് വിൽ ഗിവ് ദ വേരിയേഷൻ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4E0 സ്ക്വയർ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2. ഇതായിരിക്കും റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി. അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും IR റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു 4I0 കോസ് സ്ക്വയർ ഡെൽറ്റ എന്ന് എഴുതാൻ പറ്റും. അല്ലെ E0 സ്ക്വയറിനെയാണ് ഞാൻ I0 ആയിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ നമുക്ക് നോക്കുക, ഡെൽറ്റ എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇഫ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വേവ്സ് ഈസ് 2n പൈ. 2n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n 0 മുതൽ 0 1 2 3 4 എന്ന് പോകാം. സോ ഫേസ് ഡിഫറൻസ് വിൽ ബി ഐദർ 0 2 പൈ 4 പൈ 6 പൈ അങ്ങനെ പോവാം. അങ്ങനത്തെ കേസിലൊക്കെ IR എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2. ഡെൽറ്റ ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 0 2 പൈ 4 പൈ അതിൻ്റെ പകുതികൾ, അതായത് 0 പൈ 2 പൈ 3 പൈ അങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ 0 എടുത്തു കഴിഞ്ഞാൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. രണ്ടിൻ്റെ സ്ക്വയർ എടുത്താലും 1 ആണ്. സോ കോസ് സ്ക്വയർ ടേം എപ്പോഴും 1 ആയിരിക്കും. സോ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് ദീസ് പൊസിഷൻസ് വിൽ ബി 4I0. ഓക്കെ, ഇനീഷ്യൽ ഇൻറ്റൻസിറ്റിയുടെ 4 മടങ്ങ്. സോ ദാറ്റ് ഈസ് എ മാക്സിമം ഇൻറ്റൻസിറ്റി. മാക്സിമം ഇൻറ്റൻസിറ്റിയുടെ റേഞ്ചാണ്. അപ്പോൾ ഡെൽറ്റ 2n പൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. Now if delta equal to 2n plus 1 pi, അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ, പൈ വരാം 3 പൈ വരാം 5 പൈ വരാം 7 പൈ വരാം. അങ്ങനത്തെ കേസിലൊക്കെ IR എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ഡെൽറ്റ ടേം 0 ആയിട്ട് മാറും. IR വിൽ ബിക്കം 0. സോ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായി മാറി? 0 ആയിട്ട് മാറി. ദാറ്റ് ഈസ് എ മിനിമം. ഓക്കെ, സോ ഈ രീതിയിൽ ഫേസ് ഡിഫറൻസ് മാറുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി വേരിയേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്ലോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ പറയും എനർജി ഡിസ്ട്രിബ്യൂഷൻ. സോ ബേസിക്കലി ഇൻ്റർഫറൻസിൽ സംഭവിക്കുന്നത് ലൈറ്റ് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. പല പൊസിഷനിലും പല ലൈറ്റ് എനർജി ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ആ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. IR = 4I0 കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത ഈ പ്ലോട്ട് ചെയ്ത സാധനമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോ ഇൻറ്റൻസിറ്റി വേഴ്സസ് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ അറിയാം
സീറോ ഫേസ് ഡിഫറൻസിൽ ഡെൽറ്റ ബൈ ടു 0 ആയി മാറി, കോസ് സ്ക്വയർ 0 എന്ന് പറഞ്ഞാൽ 1 ആയി, 4I0. സോ ദ മാക്സിമം ഇൻറ്റൻസിറ്റി ഈസ് 4I0. ഓക്കെ, ദെൻ പൈയിൽ എന്തായി, അഗെയിൻ 0 ആയി, 2πയിൽ 4I0 ആയി, 3πയിലാവുമ്പോൾ അഗെയിൻ 0 ആയി, 4πയിലാവുമ്പോൾ അഗെയിൻ 4 ടൈംസ് I0 ആയി മാറി. അങ്ങനെ വേരി ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. അപ്പോൾ ലൈറ്റിൻ്റെ എനർജി പല പൊസിഷനിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് വേവിൻ്റെയും ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റീസ് I0 ആണ്. ഒരെണ്ണത്തിൻ്റെ I0, വേറെണ്ണത്തിൻ്റെ I0. ഓക്കെ, അപ്പോൾ രണ്ട് വേവ് ഇൻറ്റൻസിറ്റി I0 വന്നിട്ട് ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ യൂഷ്വലി എന്തായിരിക്കണം, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റി 2 ടൈംസ് ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, അല്ലാണ്ട് വേറെ സംഭവമില്ല. സോ I0 ആഡ് ചെയ്താൽ 2I0 കിട്ടിയുള്ളൂ. പക്ഷെ എനിക്ക് ഇവിടെ എന്ത് കിട്ടി, 4I0 കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പക്ഷേ ഈ 4I0 എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, എല്ലാ സ്ഥലത്തും ഇല്ല. ചില സ്ഥലത്ത് ഇൻറ്റൻസിറ്റി 0 ആണ്. സോ അപ്പോൾ അതിന് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ മിനിമം നമുക്ക് 0 ആണെന്ന് കിട്ടി. അതായത് കോസ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ബൈ 2, ഡെൽറ്റ എന്തായാൽ മതി, പൈ അല്ലെങ്കിൽ 3π അല്ലെങ്കിൽ 5π. ഈ കണ്ടീഷൻസിലൊക്കെ എന്തായിരിക്കും, കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 0 ആയിരിക്കും. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി വിൽ ബി 0. ഇനി മാക്സിമം ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2 1 ആവുന്ന കേസിൽ, അതായത് ഈ പൊസിഷൻസിൽ 0, 2π, 4π ഈ പൊസിഷൻസിൽ മാക്സിമം ആയിരിക്കും. സോ ദ മാക്സിമം വിൽ ബി 4 ടൈംസ് ദ ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും നമുക്ക് 2I0 കിട്ടാൻ പാടുള്ളൂ, പക്ഷേ 4I0 കിട്ടി. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി അത് വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2ൻ്റെ ആവറേജ് വാല്യൂ, ഒരു കംപ്ലീറ്റ് വേവിൽ നമ്മൾ അതിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹാഫ്. ഓക്കെ, അപ്പോൾ ആവറേജ് ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ആവറേജ് ഇൻറ്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് ബിക്കമിങ് 2I0. കാരണം ഇവിടെ കോസ് സ്ക്വയർ ഡെൽറ്റ ബൈ 2ന് പകരം ഹാഫ് കൊടുത്താൽ മതി. സോ 4/2 എന്ന് പറയുന്നത് 2I0 ആയിട്ട് മാറി. സോ ദ ആവറേജ് ഇൻറ്റൻസിറ്റി ബിക്കംസ് 2I0. സോ അപ്പോൾ നമ്മുടെ കൺസെപ്റ്റുമായിട്ട് കോൺഫ്ലിക്റ്റ് ഒന്നും വരുന്നില്ല. അതായത് കൺസർവേഷൻ ഓഫ് എനർജി വാലിഡ് ആണ്, എനർജി കൺസർവ് ചെയ്യുന്നുണ്ട്. സോ ഇൻറർഫറൻസിൻ്റെ കേസിൽ എനർജിക്ക് കൺസർവ് ചെയ്യും. ആകെ കൂടി എന്ത് ചെയ്യുന്നത്, ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ചില സ്ഥലത്ത് മാക്സിമം എനർജി, ചില സ്ഥലത്ത് മിനിമം എനർജി, അല്ലെങ്കിൽ ചില സ്ഥലത്ത് മാക്സിമം ഇൻറ്റൻസിറ്റി, ചില സ്ഥലത്ത് മിനിമം ഇൻറ്റൻസിറ്റി. സോ ബേസിക്കലി ഇൻറർഫറൻസ് ഇറ്റ് ഇസ് ജസ്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും ആ ഒരു ഇൻറർഫറൻസ് സംഭവിക്കുമ്പോൾ. ഓക്കെ, സോ വിത്ത് ദിസ് നമ്മുടെ തിയറി ഓഫ് ഇൻറർഫറൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കുറച്ച് സ്പെസിഫിക് ഇൻറർഫറൻസുകൾ പഠിക്കാനുണ്ട്. ദാറ്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇൻറർഫറൻസ് പാറ്റേൺ ഒബ്സർവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. Okay, so we will stop today's class here. Thank you.